നമസ്കാരം. റാഫ്റ്റോക്ക് മലയാളത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ISLല് ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യ മത്സരം അത്ര മികച്ചതായിരുന്നില്ല. പഞ്ചാബ് FC ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെട്ട കളിയിലെ പ്രകടനത്തിലെ ആരാധകർ തൃപ്തരല്ല. കോച്ചും പറയുന്നു ഗുഡ് ഇനഫ് ആയിട്ട് കളിച്ചിട്ടില്ല. എല്ലാ ആസ്പെക്റ്റുകളും അനലൈസ് ചെയ്ത് കഴിഞ്ഞു. നാളത്തെ കളിയിൽ തങ്ങളുടെ ലെവൽ ഉയർത്തും എന്ന് തന്നെ അദ്ദേഹം പറയുന്നു. അതായത് കളി മാറും എന്ന് തന്നെ പ്രതീക്ഷിക്കണം. ഈസ്റ്റ് ബംഗാളിനെ നേരിടും മുമ്പ് അദ്ദേഹം പറഞ്ഞ വാക്കുകളിലേക്ക് പോകാം. അദ്ദേഹം പറയുന്നു, ഇറ്റ് വാസ് നോട്ട് ഗുഡ് ഇനഫ് ഫ്രം അസ് ഇൻ ദി ഫസ്റ്റ് ഗെയിം. ആദ്യ കളിയിൽ ഗുഡ് ഇനഫ് ആയിട്ടല്ല ഞങ്ങൾ കളിച്ചത്. കൂടുതൽ എനർജി ആവശ്യമാണ്. അതുപോലെ ഹയർ അപ്പ് ദി പിച്ചിൽ പൊസിഷൻ കൈവശം വെക്കേണ്ടതുണ്ട്. നമ്മുടെ ഗെയിമിൻ്റെ എല്ലാ ആസ്പെക്റ്റുകളും വിശദമായിട്ട് അനലൈസ് ചെയ്തിട്ടുണ്ട്. എന്തായാലും കളിയുടെ ലെവൽ നാളത്തെ മത്സരത്തിൽ ഉയർത്താൻ വേണ്ടി പരിശ്രമിക്കും. ഇപ്പോൾ എതിരാളികളെ കുറിച്ച് ഓപ്പണൻസിന്റെ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും ഞങ്ങൾ അനലൈസ് ചെയ്തിട്ടുണ്ട്. അവരെക്കുറിച്ച് കൃത്യമായിട്ടുള്ളൊരു വ്യൂ ഉണ്ട്. അവർക്ക് നല്ല ഇൻഡിവിജ്വൽ പ്ലേയേഴ്സ് ഉണ്ട്, പക്ഷെ അതോടൊപ്പം തന്നെ അവർക്ക് വീക്ക്നെസ്സും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ കളിക്ക് നോർമൽ പ്രിപ്പറേഷൻ തന്നെയാണ് നടത്തിയിട്ടുള്ളത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നല്ല അമേസിങ് ഫാൻസ് നമുക്കുണ്ട്. അവർക്ക് മുന്നിൽ കളിക്കുക എന്നുള്ളത് ഒരുപാട് എനർജി നൽകുന്ന കാര്യമാണ്. ഇങ്ങനെയുള്ളൊരു പാക്ഡ് സ്റ്റേഡിയത്തിൽ കളിക്കുക, അവരുടെ പിന്തുണയോടെ കളിക്കുക എന്നുള്ളത് എളുപ്പമുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ കളിയിൽ ഒരു ഹോം ടീമിനെ പോലെ വിത്ത് ലോട്ട് ഓഫ് എനർജി കളിക്കാൻ തന്നെയാണ് ഞങ്ങൾ ഒരുങ്ങുന്നത്. ഈ ഫാൻസ് തീർച്ചയായിട്ടും അമേസിംഗ് ആണ്. ഞാൻ ഇങ്ങോട്ടേക്ക് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരാനുള്ളൊരു കാരണവും ഈ ഫാൻസ് തന്നെയാണ്. ആബ്സല്യൂട്ട്ലി ക്രേസി എനർജിയാണ് അവർ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഐ ആം ലുക്കിംഗ് ഫോർവേഡ് ടു പ്ലേയിങ് എ ഗെയിം വിത്ത് എ ഫുൾ ഹൗസ് എന്നാണ് നാളത്തെ കളിയെക്കുറിച്ച് അദ്ദേഹം പറയുന്നത്. ഏതായാലും ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി മികച്ച പ്രകടനം താരങ്ങളെ കൊണ്ട് പുറത്തെടുപ്പിക്കാൻ മിക്കായൽ സ്റ്റാറൊക്കെ കഴിയട്ടെ. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് കൊണ്ടുവെത്താം.